നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ല അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നമുക്കിതിനെ ഫേസ് പാക്ക് എന്നോ ഫേസ് ക്രീം എന്നോ ഒക്കെ പറയാം. കാരണം ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു വൈറ്റമിൻ സി ക്രീമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു ക്രീം ഡെയിലി അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ് ആക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നമ്മൾ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഒരുപാട് ഹോം റെമഡീസ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് റിവ്യൂസും സപ്പോർട്ടും ആൾക്കാർ തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന കോക്കനട്ട് ഓയിലാണ്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോക്കനട്ട് ഓയിലാണ്. നമ്മളൊരു 35-40 വയസ്സൊക്കെ ആയവരാണെങ്കിൽ ഈ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ യങ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ വെച്ചിട്ടുള്ള ഹോം റെമഡീസാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഓറഞ്ച് തോലാണ് കേട്ടോ. ഓറഞ്ച് തോല് ഞാൻ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഓറഞ്ച് തോല് ഉണക്കാൻ വേണ്ടിയിട്ട് വെയിലത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓറഞ്ച് തോല് ഉണങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ. അതേപോലെ ഞാൻ ഉണക്കിയെടുത്ത ഓറഞ്ച് തോലാണിത്. അപ്പം ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ വെള്ളത്തിലിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ ഓറഞ്ച് തോല് നമ്മൾ 1 മണിക്കൂർ കുതിർത്തെടുത്താൽ മതി. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഓറഞ്ച് തോല് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഫുള്ള് ഇൻഗ്രീഡിയൻസ് ഫുള്ള് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇനി ഇത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഇതേപോലത്തെ ഒരു പാനിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒരു ക്രീമി ടെക്സ്ചറിലാവുകയോളം വറ്റിച്ച് നല്ല കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ട് കുറുക്കാനായിട്ട് വയ്ക്കാം. ഇതിപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. ഈ ഒരു സിറത്തിൻ്റെ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ഓയിലിലേക്ക് ഒരു 2 സ്പൂൺ ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് 1 സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ അലോവേര ജെൽ ഇല്ലെങ്കിൽ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. ഇത് ഫേസ് പാക്കായിട്ടോ ക്രീമായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്കൊരു വൈറ്റമിൻ സി ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ് ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വൈറ്റമിൻ സി ക്രീമായിട്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമായിട്ടോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. നിങ്ങൾ 35 വയസ്സ് 40 വയസ്സൊക്കെ ആയവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും.
നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങനെയൊന്ന് മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലെ ടാനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.